ഹലോ. നമ്മൾ ഒരു 2-3 ദിവസമൊക്കെ ആയി വീഡിയോസൊക്കെ ചെയ്തിട്ടാ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഓട്ടം പോകണമെന്നുണ്ടായിരുന്നെങ്കിലും നമ്മൾ വൈകിട്ടാണ് പോണത്. അപ്പോൾ പിന്നെ ലേറ്റ് ആവും. അതിൻ്റെ പേരിൽ വീഡിയോസൊക്കെ എടുക്കൽ കുറവായിരുന്നു. പിന്നെ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നവരൊക്കെ പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്നിപ്പോൾ 17-ാം തീയതി. ഇന്ന് 17-ാം തീയതി തുടങ്ങി 21-ാം തീയതി വരെ യൂബർ ഡ്രൈവേഴ്സിന് നല്ലൊരു സമ്മാനം കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഓട്ടം എടുക്കുന്ന ആൾക്കാർ, അതായത് നന്നായിട്ട് ട്രിപ്പ് എടുത്ത് ഓടുന്ന ആൾക്കാർക്ക് ഫസ്റ്റ് പ്രൈസ് 2 ഗ്രാം സ്വർണം, അങ്ങനെ തുടങ്ങി ഒരുപാട് സമ്മാനങ്ങളുണ്ട് 21-ാം തീയതി വരെ. പക്ഷേ ഇന്ന് എനിക്ക് ഓടാൻ പോകാൻ പറ്റിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാനിപ്പോൾ നമ്മുടെ മറ്റേ വണ്ടി കൊണ്ട് ഓട്ടം വന്നേക്കാണ്. ഇവിടെ കോടനാട് പോണ വഴിക്ക് അയ്മുറിയിൽ നിന്ന് കുറച്ചുകൂടി ഉള്ളിലോട്ട് കയറി പോകണം കേട്ടോ. അപ്പോൾ അവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഒരു ഓട്ടം ഉണ്ടായി. അപ്പോൾ അതും കൊണ്ട് വന്ന് ഞാനിപ്പോൾ ഇവിടെ നിലവിൽ അവരുടെ വീട്ടിൽ വെയിറ്റിങ്ങിലാണ്. എന്നോട് പറഞ്ഞ് കുറച്ച് നേരം വെയിറ്റിംഗ് ഉണ്ടാവട്ടെന്ന് പറഞ്ഞിട്ടാണ് വണ്ടി വിളിച്ചത്. പിന്നെ ഈ വണ്ടി ആകുമ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യാതിരിക്കാനും പറ്റില്ല. അപ്പം ഞങ്ങളിങ്ങനെ വെയിറ്റിങ്ങിലാണ്. പിന്നെ വേറെ എന്താണ്, ഞാൻ ഒരു കാര്യം പറയാൻ വന്നതേ, ഞാൻ മിനിയാന്നൊരു ഓട്ടം പോയി കഴിഞ്ഞപ്പോൾ ഒരു കസ്റ്റമർ ഇതേപോലെ തന്നെ എന്നോട് പറഞ്ഞേ, എന്താ പറയുക, ലൊക്കേഷൻ അവരടിച്ചത് മെട്രോ സ്റ്റേഷൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് നമുക്ക് ഇത് ലൊക്കേഷൻ കാണിക്കണം. അപ്പോൾ ഞാൻ നേരെ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് കറങ്ങി പാലത്തിൻ്റെ അടി കൂടെ വന്നിട്ട് ഞാൻ എത്തേണ്ട ലൊക്കേഷൻ ഒരു 50-20 മീറ്റർ മുമ്പ് വെച്ചിട്ട് തന്നെ ലൊക്കേഷൻ കട്ടായിപ്പോയി. അപ്പോൾ ഞാൻ ഈ കസ്റ്റമറെ വിളിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞ്, ഞാൻ മെട്രോ സ്റ്റേഷൻ്റെ ഇത് ഇറങ്ങി വന്നോടത്ത് സ്ഥലത്ത് നിൽക്കുന്നുണ്ട്, നിങ്ങൾ അങ്ങോട്ട് വാ, ഞാൻ അവിടെയല്ലേ ലൊക്കേഷൻ ഇട്ടേക്കാന്ന് പറയായിരുന്നു. അപ്പോൾ ഞാൻ നേരെ സാറേ എനിക്ക് ലൊക്കേഷൻ ഇവിടെ കട്ടായി എന്ന് പറഞ്ഞ് ഞാൻ ഇടയ്ക്ക് ഇറങ്ങുന്നത്. പുള്ളി പറഞ്ഞ്, ഞാൻ ഇതേ കാണുന്ന അവിടെ കാണുന്ന ഇതാണ് ഞാൻ ഇട്ടേക്കണത്, അവിടെയാണ് കട്ടാവേണ്ടതല്ല, നിങ്ങൾ വന്നത് ഇവിടെ ഇപ്പോഴാണ് കട്ടായി. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ കട്ടായി കഴിഞ്ഞപ്പോഴാണ് സാറിനെ വിളിക്കുന്നത്. കാരണം വെച്ചാൽ നമ്മളങ്ങനെയാണ്, നമ്മൾ ലൊക്കേഷനിൽ എത്തി കട്ടായി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ കസ്റ്റമറെ വിളിക്കും, എവിടെ നിൽക്കണേന്നുള്ളത് പറയും. അപ്പോൾ സാറ് എന്നെ വിളിച്ചപ്പോൾ സാറ് ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് വന്നല്ല, അല്ലാതെ നമ്മൾ വരില്ല എന്ന് പറഞ്ഞ് തിരിച്ച് പോയില്ല. അപ്പോൾ നമ്മളങ്ങനെ വിളിക്കുമ്പോൾ, അതായത് നിങ്ങൾ യൂബർ വിളിക്കുന്ന ആൾക്കാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ മാപ്പ് എപ്പോഴും കറക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. റാപ്പിഡോടെ മാപ്പ് ഒരു കാരണവശാലും കറക്റ്റ് ആവാറില്ല. കാരണം വെച്ചാൽ റാപ്പിഡോയിൽ ഇപ്പോൾ കസ്റ്റമർ 100 മീറ്റർ അപ്പുറത്ത് കിടന്നുണ്ടെങ്കിൽ ആ 100 മീറ്റർ ഇപ്പുറത്ത് വെച്ച് നമ്മുടെ ലൊക്കേഷനെ കട്ടാവും. അല്ലെങ്കിൽ പിന്നെ റോഡിൻ്റെ അപ്പുറത്താണ് വഴി നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് വെച്ചിട്ട് ലൊക്കേഷൻ കട്ടാവും. അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ഒരു ഇതാണ്. അപ്പോൾ നമ്മൾ കസ്റ്റമറെ വിളിക്കുമ്പോൾ കസ്റ്റമർ ഇന്ന സ്ഥലത്ത് നിൽക്കണ്ടെന്ന് പറഞ്ഞാൽ നമുക്കതൊരു ഇതാണ്. നമ്മളവിടെ ചെന്നിട്ട് അവരെ നേരെ പിക്ക് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ ചിലവർ ഏതാണ്ട് എന്താ പറയുക, ഇതിനൊക്കെ ഒരു മറുപടി പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ നമ്മളവരുടെ മുമ്പിൽ ചെന്ന് നമ്മൾ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ നമ്മൾ കോൾ ചെയ്ത് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇന്ന സ്ഥലത്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ആ സ്ഥലം അറിയാൻ പറ്റും. ഇത് ഞാൻ ലൊക്കേഷനിലാണ് നിൽക്കുന്നത്, നിങ്ങൾ അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞാൽ ലൊക്കേഷൻ കട്ടാകുമ്പോഴാണ് നമ്മൾ വിളിക്കണം. കട്ടാവണെ കാട്ടുമ്പോൾ നമ്മളൊരു കസ്റ്റമറെ വിളിക്കാറില്ല. കട്ടാക്കുമ്പോൾ വിളിക്കുമ്പോൾ നിങ്ങളെ കാണാണ്ടാകുമ്പോഴാണ് നമ്മൾ വിളിക്കണം. അപ്പോൾ നിങ്ങൾ ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറയുമ്പോൾ അങ്ങോട്ട് വരും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അറിവില്ലാത്തവരാണ് അങ്ങനെ പറയുള്ളൂ. അതിനുശേഷം എൻ്റെ ഒരു കസ്റ്റമർ കയറി കഴിഞ്ഞപ്പോൾ ഇതേമാതിരി തന്നെ ലൊക്കേഷൻ നേരത്തെ കട്ടായി പോയി. അപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞ്, ചേട്ടാ ഞാൻ കുറച്ച് നീങ്ങിയാണ് നിൽക്കണം, ലൊക്കേഷൻ ചിലപ്പോൾ അവിടെ വരെ കാണിക്കുള്ളൂ, മാപ്പ് ഇടയ്ക്കൊക്കെ അങ്ങനെയാണ് വരാറ്, എൻ്റെ വീടിൻ്റെ അവിടെ ലൊക്കേഷൻ ഇട്ടാൽ പോലും 100 മീറ്റർ അപ്പുറത്ത് ലൊക്കേഷൻ കട്ടാവല പതിവെന്ന് ആ ലേഡി എന്നോട് പറഞ്ഞ്. അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ. അപ്പോൾ അതിനെപ്പറ്റി അറിയാവുന്നവർക്ക് അത് അറിയാൻ പറ്റും, അല്ലാത്തവർക്ക് അതിനെപ്പറ്റി വലിയ ഗ്രാഹ്യം ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് യൂബർ ഓടാൻ പോകാനൊന്നും പറ്റിയില്ല. പിന്നെ വേറെന്താ വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല, ഇതിനൊക്കെ പോണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ദിവസത്തെ 17-ാം തീയതിയാണ് നമുക്ക് ഓട്ടം യൂബർ പറഞ്ഞേക്കണം. ആ ഓട്ടം ഒന്നും ഓടാൻ പറ്റില്ല. ഇനിയിപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ രാത്രിയാവും, പിന്നെ പോകാൻ പറ്റില്ല. അപ്പോൾ ഇനിയിപ്പോൾ നാളെ തുടങ്ങി പോകണം എന്ന് വിചാരിച്ചേക്കണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 2 ദിവസം വീഡിയോ ഒക്കെ ഇടാൻ ചേട്ടാ. അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളൊക്കെ ഉണ്ടെന്നെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യണം, യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഓക്കെ, ബൈ.